ഹായ് ഹലോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീറ്റ്റൂട്ട് തോരനാണ്. അതിനുവേണ്ടി നമ്മൾ ബീറ്റ്റൂട്ട് ചോപ്പറിനകത്ത് അടിച്ച് ചെറുതായിട്ട് ദാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള കൊത്തിയരിഞ്ഞത്, പിന്നെ തേങ്ങ, കറിവേപ്പില, 3 പച്ചമുളക്. ഞാനിവിടെ എടുത്തേക്കുന്ന വെള്ളക്കാന്താരിയാണ്. നിങ്ങൾക്ക് സാധാ പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമ്മളിത് ചോപ്പറിൽ വെച്ച് തന്നെ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കണം ബീട്രൂട്ട്. എങ്കിലേ നമുക്ക് അതേ കറക്റ്റായിട്ടുള്ള ഒരു തോരൻ കിട്ടത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സവാള. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങ, ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് ഇത് കടുക് വറുത്തെടുക്കാം. നമുക്ക് ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് ഒരു കടായി ഇതിനകത്ത് വെക്കാം. കടായി ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് ഇനി കുറച്ച് കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് നമുക്ക് ഒരു വറ്റൽ മുളകും, കൊച്ചുള്ളിയും, കുറച്ച് കറിവേപ്പില, കൊച്ചുള്ളിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറണം. ഉള്ളി ഒന്ന് വഴണ്ട് വരുന്നുണ്ട്, കളർ മാറിയൊക്കെ വരും. നേരത്തെ നമ്മൾ ഈ മിക്സ് ചെയ്തതിനകത്ത് പിന്നെ ഒരു പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇടാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം ബീട്രൂട്ടിനകത്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് ഇറങ്ങി വന്നോളും. ഇത് നമ്മൾ ചെറു തീ വെച്ച് റെഡിയാക്കിയെടുക്കും. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ തീ വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഒന്ന് അടച്ച് വെക്കാതെ അടച്ച് വെക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കണേ, ഇളക്കി നോക്കണം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി നോക്കണം. ഇടയ്ക്ക് നമ്മുടെ തോരൻ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് റെഡിയാക്കിയെടുക്കാം.
ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണേ, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ബീറ്റ്റൂട്ട് തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഗ്യാസ് ഓഫ്. താങ്ക് യു.